ഹലോ, ഈ ആഴ്ച ഒരുപാട് നല്ല നല്ല പുതിയ സിനിമകൾ റിലീസാവുന്നുണ്ട്. അപ്പോൾ പുതിയ സിനിമയുടെ അപ്ഡേറ്റ്സും വിശേഷങ്ങളുമായിട്ട് സെല്ലുലോയിഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള സിനിമയിൽ നമ്മൾ അത്ര അങ്ങോട്ട് കണ്ട് പരിചയമില്ലാത്ത ഗോത്ര സമുദായത്തിൻ്റെ ആചാരങ്ങളും അവരുടെ കൾച്ചേഴ്സും ഒക്കെ പച്ചയായ രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം കുറിഞ്ഞി. യെസ്, ആവണി, അൻഷിത എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഗിരീഷ് കുന്നമ്മൽ ഡയറക്റ്റ് ചെയ്യുന്ന കുറിഞ്ഞിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ ചാറ്റ്. കുറിഞ്ഞിയുടെ ഹോൾ ടീമിന് സെല്ലുലോയിഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു പുതിയ സ്റ്റാർ വരികയാണ് കുറിഞ്ഞിലൂടെ. സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ ഓൾറെഡി ആൾ സ്റ്റാറാണ്. സോ ആവൂസ് ഇപ്പോൾ കുറേ നാളായി ടിക്ടോക്ക്, ഇൻസ്റ്റാ റീല്, യൂട്യൂബ് ഒക്കെ ചെയ്യുന്നു. ഇപ്പോൾ കുറിഞ്ഞിയാണ് ഫസ്റ്റ് ഫിലിം. എത്ര നാളായി ഏകദേശം ടിക്ടോക്കും അതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? ടിക്ടോക്ക് 4 വയസ്സേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പോ എനിക്ക് 10 വയസ്സ്. 10 വയസ്സ്. ഓ, അപ്പൊ ഏകദേശം 6 വർഷത്തോളമായി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയി നിൽക്കണു. പിന്നെ ബാൻ ചെയ്തല്ലോ ടിക്ടോക്ക്. പിന്നെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അതിൽ കയറി. അപ്പൊ ഈ ഫസ്റ്റ് സിനിമ ഇപ്പോഴാണോ വരുന്നത്? എന്താണ് കുറിഞ്ഞി തന്നെ ആദ്യം സെലക്ട് ചെയ്യാനായിട്ടുള്ള കാര്യം ഫസ്റ്റ് ഫിലിം ആയിട്ട്? സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബാക്കി ഞാൻ ചെയ്തിട്ടുണ്ട്, സിനിമ ചെയ്തിട്ടുണ്ട്, ഒരു 3 സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ എനിക്ക് ചെറിയ ചെറിയ ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതെന്ന് പറയുന്നത് ഞാൻ തന്നെയാണല്ലോ കുറിഞ്ഞി. അപ്പോൾ എനിക്കിതിൽ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിന് ഗിരീഷ് സാറിനോട് താങ്ക് യു. പിന്നെ എന്നെ ബിഗ് സ്ക്രീനിൽ കാണാൻ പോവുകയാണല്ലോ, കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലൊരു മെയിൻ ക്യാരക്ടർ ബിഗ് സ്ക്രീനിൽ കാണാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും. സോ സർ, ഒരു 10 വയസ്സുകാരിയെ കേന്ദ്ര കഥാപാത്രമായിട്ട് കാസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അത്? ലൈക്ക് ആളുടെ ഒരു റെസ്പോൺസിബിലിറ്റി, ആളുടെ അഭിനയം എങ്ങനെ വിലയിരുത്തുന്നു? സെലക്ഷൻ എന്ന് പറയുന്നത് അവളുടെ ടാലൻ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാസ്റ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2000-ഓളം കുട്ടികളുടെ കാസ്റ്റിംഗ് കോൾ വന്നായിരുന്നു. പക്ഷേ നമുക്കതിലെല്ലാം ഈ ക്യാരക്ടറുമായിട്ട് ഇത്രയും മാച്ച് ചെയ്യുന്നൊരു ഫേസ് മാച്ചും പിന്നെ അവളുടെ റിയാക്ഷനും. പിന്നെ എനിക്കതിന് മുമ്പേ ഒരു ആൽബമായിട്ട് ബന്ധപ്പെട്ട കുട്ടിയെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഇവളെ ആലോചിക്കേണ്ടതെന്ന് വെച്ചാണ്. പക്ഷെ നമുക്ക് നമ്മളെ സൗഹൃദം ഉണ്ടായിട്ടും അവർ കാസ്റ്റിംഗ് കോളിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാ കുട്ടികളിൽ നിന്നും വളരെ ഡിഫറെൻ്റായ ഒരു ക്യാരക്ടറൈസേഷൻ ഈ കുട്ടിക്കുണ്ട്. ആ ഒരു ടാലൻറ്റും, കാരണം ഇൻബോൺ ടാലൻ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് പിന്നെ ഈ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന കുട്ടി പ്രേക്ഷകർ എത്രത്തോളം ആകർഷിക്കണം എന്നുള്ളത് വലിയ പ്രധാന ഘടകമാണ് ഈ സിനിമയുടെ. അപ്പോൾ നമുക്ക് വന്നതിൽ ഏറ്റവും ബെറ്ററായ കുട്ടിയായിട്ട് ചൂസ് ചെയ്തു. പിന്നീട് അവൾ തകർക്കുകയാണ് ലൊക്കേഷനിൽ. കാരണം ക്യാരക്ടർ ഞങ്ങൾ കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അത് പണിയ ഭാഷയിലാണ്. പണിയ ഭാഷ പഠിച്ച് അതിനുവേണ്ടി നല്ല ഡെഡിക്കേഷനോടെയാണ് കുട്ടി ക്യാരക്ടർ ചെയ്തത്. വളരെ പ്രതീക്ഷയിലൊരു സിനിമയാണ്. അതോടൊപ്പം ഈ കുട്ടിയിലും നമുക്ക് നല്ല പ്രതീക്ഷയാണ്. ഇനി തിരിഞ്ഞു പോകണ്ട എന്നുള്ളത് 100% പറയാം. ഉറപ്പായിട്ടും 100%. അടിപൊളി. ആൻഡ് ഹലോ, അൻഷിത എന്നല്ലേ പേര്? ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് അല്ലേ സിനിമയിൽ വരുന്നതും ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറും ഒക്കെ സംഭവം. അപ്പോൾ ശരിക്കും അൻഷിത എന്ത് ചെയ്യാണ്? ഞാനിപ്പോൾ ഒരു നാടൻപാട്ട് ട്രൂപ്പിൽ പാടുകയാണ്. ട്രൂപ്പിൻ്റെ പേര് നാട്ടറിവ് വാമൊഴി പാട്ടുകൂട്ടം. ആ ട്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചന്ദ്രബാബു KK സാറാണ്. സാർ ഇപ്പോൾ കൂടെ ഉണ്ട്. സാറാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പം ആ വഴിയാണോ ഇപ്പൊ അൻഷിത കുറിഞ്ഞിയുടെ ഭാഗം എന്നത്? എങ്ങനെയാണ് ചന്ദ്രബാബു സാറ് കാരണമാണ് ഞാൻ ഈ ഫിലിമിലേക്ക് വന്നത്. സാറ് ഇങ്ങനെ ഒരു ഫോട്ടോ വേണമെന്ന് ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ഫോട്ടോ വേണം നിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ സാറിന് എന്താ എൻ്റെ ഫോട്ടോ? ഓൾറെഡി എൻ്റെ ഫോട്ടോ സാറിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ സാറ് പിന്നെ പറഞ്ഞു നീ അവിടെ നിൽക്ക്, എനിക്ക് നിൻ്റെ ഒരു ഫോട്ടോ വേണം. അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ നിന്നു. എന്നിട്ട് പിന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ട്, ഫിലിമിൽ വിളിച്ചിട്ടുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പം എനിക്ക് അഭിനയിക്കാൻ അറിയില്ല സാറേ, ഞാൻ എന്ത് ചെയ്യാനാ പറഞ്ഞു. ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവരും നല്ല സപ്പോർട്ടായി. പിന്നെ എനിക്ക് തോന്നി ഞാൻ ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നി. അങ്ങനെ ചെയ്തു. അൻഷിതയുടെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ, അച്ഛൻ, പിന്നെ 2 അനിയന്മാർ, പിന്നെ അമ്മമ്മ. അപ്പം തികച്ചും ഒരു ന്യൂ ആയിട്ടുള്ള ഒരു വെഞ്ചറിലേക്കാണ് വരുന്നത്. ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഭയങ്കര പുതിയതാണല്ലോ അൻഷിതയെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു വീട്ടുകാർക്കും അൻഷിതയ്ക്കൊക്കെ? വീട്ടുകാർക്കെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും പപ്പയ്ക്കൊക്കെ വല്ലാത്ത ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ
ഇങ്ങോട്ടേക്ക് വരുന്നത്, എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എത്തുമെന്നൊക്കെ പറഞ്ഞു. എനിക്കായിരുന്നു ടെൻഷൻ, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ചെയ്തു. അതിലവരും ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ എനിക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റൂല അമ്മ. അപ്പോൾ അമ്മ പറഞ്ഞു എല്ലാവരും നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല, പോയിട്ട് വാ പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നു. അങ്ങനെ പോയി ചെയ്തതാണ് കുറിഞ്ഞിന്ന്. ഓക്കെ ഓക്കെ. സോ ഇനി ആവൂസിലേക്ക് വരികയാണെങ്കിൽ, സാധാരണ ആവൂസിൻ്റെ റീലൊക്കെ ഞാൻ കാണുമ്പോൾ ആവൂസിന് ഇങ്ങനെ മുടിയൊക്കെ പിന്നി വലിയ വലിയ കമ്മലും നല്ല തിളങ്ങണ ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര സുന്ദരിയായിട്ട് റീലെടുക്കാനാണ് ഇഷ്ടം. മോസ്റ്റ് ഓഫ് ദ റീൽസ് അങ്ങനെയാണ്. പക്ഷെ ഞാനിതിൻ്റെ പോസ്റ്ററൊക്കെ നോക്കിയപ്പോൾ വളരെ സാധാരണക്കാരിയായിട്ടുള്ളൊരു കുട്ടിയായിട്ടാണ് മേക്കപ്പും ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്കൊരു ഇത്തിരി ഡാർക്ക് ടോണിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊന്നും മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ സാധാരണ സിനിമ എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യം എന്നെ നല്ല സുന്ദരിയായിട്ടൊക്കെ മേക്കപ്പ് ചെയ്യുക, അങ്ങനെ ഒരു തോട്ട് വന്നിട്ട് പിന്നീട് ഇങ്ങനെ ഡാർക്ക് മേക്കപ്പ് ചെയ്തപ്പോൾ വിഷമമായിരുന്നോ? അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. സിനിമ ചെയ്തല്ലോ, അത് മതി. ഏത് ക്യാരക്ടർ ആയാലും ഒരു പ്രശ്നമില്ല. എത്ര മെച്ചൂർഡാണ് നോക്കൂല്ലേ? വളരെ മെച്ചൂർഡാണ്, വളരെ പക്വതയാണ് എല്ലാ കാര്യത്തിലും. നമ്മൾ പറയുമ്പോൾ കാര്യങ്ങൾ കേൾക്കാനും അതിൻ്റെ ബാക്കിയുള്ള റിയാക്ഷൻസൊക്കെ കഴിയുന്ന സംഗതികൾ വരും. അത് നമ്മൾ ഇത്ര ചെറു പ്രായത്തിലൊക്കെ ഇത് വരിക എന്ന് പറയുന്നത് അതൊക്കെ ഒരു ദൈവികതയാണ്. പിന്നെ തീർച്ചയായിട്ടും. കാരണം നമ്മളതാണ്, നമുക്കിപ്പം ഈ സിനിമയെ എനിക്ക് പറയാനുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സിനിമയിൽ വന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ കാസ്റ്റിങ്ങിൽ വന്നിരിക്കുന്നതെല്ലാം നിയോഗം പോലെ ഞങ്ങളിൽ വന്നു ചേർന്നതാണ്. കാരണം ഒരു സിനിമ സംഭവിക്കുക, ഇപ്പോൾ ലാലേട്ടനൊക്കെ പറയുന്നത് സംഭവിക്കുകയാണല്ലോ എന്ന് പറയാറുണ്ട്. അത് സംഭവിക്കുകയാണ്, അത് കറക്റ്റാണ്. കാരണം ഇതിലങ്ങനെയാണ്. ഇപ്പോൾ ഇതിലത്തെ ഒരു കഥാപാത്രങ്ങൾ ഇപ്പോൾ ഇതിൽ തന്നെ പോസ്റ്റേഴ്സൊക്കെ കണ്ടാൽ അറിയാം, എല്ലാം അതാത് ആ ഒരു കൾച്ചറിൽ പെട്ട ആളായിട്ട് നമുക്കിത് ഫീൽ ചെയ്യുള്ളൂ. അതിൽ പെട്ടവരും ഉണ്ട്, നമ്മൾ അതിലേക്ക് ആക്കിയവരുമുണ്ട്. പക്ഷെ ആരാണ് ഇതിൽ മാറിയവരും കൂടിച്ചേർന്നവരും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും വളരെ നാച്ചുറലായിട്ട് വന്നു എന്നുള്ളതാണ്. അതാണ് സാർ ഞാൻ അടുത്തായിട്ട് ചോദിക്കാൻ വന്നത്. ഞാൻ ഇതിനെ പറ്റിയിട്ട് കുറിഞ്ഞിയുടെ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ഏതോ ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതും എന്നുണ്ട്. അപ്പം നമുക്കിപ്പം കാസ്റ്റിംഗ് കോൾ കൊടുത്തു കഴിഞ്ഞാൽ സിറ്റിയിലുള്ളവരെയും അത്യാവശ്യം ഫോണൊക്കെ ഉപയോഗിക്കുന്നവരുടെയൊക്കെ അങ്ങനെ ഒരു ആക്സസ് നമുക്ക് എന്തായാലും കിട്ടും. പക്ഷേ ഈ റിയൽ ലൈഫ് ഗോത്ര വിഭാഗക്കാരെ ആ ഒരു കമ്മ്യൂണിറ്റീനെ എങ്ങനെയാണ് അപ്പോൾ കാസ്റ്റ് ചെയ്തത് സിനിമയിലേക്ക്? അത് നമ്മൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് നമുക്ക് ക്യാമറമാനാണ്. നമ്മുടെ ക്യാമറമാൻ വയനാട് സ്വദേശി, ചിരാൽ സ്വദേശി, ആ ഏരിയയിലൊരു കോളനിയാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ലൊക്കേഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ആ കോളനിയിലെ വീട്ടുകാരെയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട അവരുടെ സഹപ്രവർത്തകരൊക്കെ തന്നെയാണ്. അത് ക്യാമറമാൻ അവരുടെ ജിതേഷ് അദ്ദേഹമായിട്ട് എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമാണ്. ആ സൗഹൃദം കുറച്ചുകൂടി ഈസി വേ ആണ് ഇതിലേക്കുള്ള ലൊക്കേഷൻ കിട്ടാനും അതുപോലെ ഈ ആൾക്കാരെ ഇതിൽ പങ്കെടുപ്പിക്കാനും ഒക്കെ. പിന്നെ ഇപ്പം പിന്നെ അനിഷിത പറഞ്ഞ പോലെ ചന്ദ്രബാബു അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഒരു സപ്പോർട്ട് വലിയ ഇതാണ്. കാരണം ഇവരുടെ ആചാരങ്ങളൊക്കെ ഇതിൽ റിയലായിട്ട് കാണിക്കാൻ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കൂട്ടായ്മയാണ് ഈ സിനിമ. നിർമ്മാണത്തിൽ പോലും നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ എല്ലാവരും കൂടെ നിന്നുകൊണ്ടാണ് നമുക്കൊരു നിർമ്മാതാവിനെ പോലും കിട്ടിയത്. നമ്മുടെ ഡോക്ടർ ഷിബു ജയരാജ്, അദ്ദേഹം ഇതിലൊരു വെള്ളൈൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ് നമ്മളിതിൻ്റെ നിർമ്മാതാവായിട്ട് നമ്മൾ കൂടെ നിന്നത്. ശരിക്കും നമ്മൾ ഇങ്ങനൊരു സിനിമ തുടങ്ങുമ്പം അറിയാലോ ഇത്തരം സിനിമകൾക്ക് നിർമ്മാതാവിനെ കിട്ടാനൊക്കെയുള്ള പ്രയാസങ്ങൾ. പക്ഷേ നമ്മൾ ഇത്ര സിനിമകൾ എടുക്കുമ്പോഴേ തന്നെ എല്ലാവരും ചോദിച്ചു അവാർഡ് പടമാണോ എന്ന് ചോദിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെയുള്ളൊരു സിനിമയല്ല ഇത്. ഈ സിനിമ പ്രേക്ഷകനെ ത്രസിപ്പിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം ഗൗരവമുള്ളതാണ്. അതാണ് നമ്മളിതിൽ പറയുന്നത്. സാധാരണ ഇത്ര സിനിമകൾ പ്രേക്ഷകനെ ഇത്ര വിരസത അനുഭവിക്കുന്ന രീതിയിലേക്കാണ് ഇത്ര സിനിമകൾ നമ്മൾ പോലും കണ്ടിട്ടിരിക്കുന്നത്. പക്ഷെ നമുക്കൊക്കെ അത് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ സാധാരണ പ്രേക്ഷകർക്ക് അത്തരം സിനിമകളോടൊരു വൈമുഖ്യം ഉണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് മാറി ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലറിനെ കാണുമ്പം മനസ്സിലാവും. കാരണം പ്രേക്ഷകനെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ തന്നെയാണ് സിനിമ കൊടുത്തിരിക്കുന്നത്. ഇതൊരു പുതിയൊരു ദൃശ്യാനുഭവമായിരിക്കും പ്രേക്ഷകർക്ക്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. അൻഷിത അപ്പോൾ ഈ ഒരു അങ്ങനെ കാസ്റ്റ് ചെയ്ത ആളാണോ, അതായത് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കാസ്റ്റ് ചെയ്ത ആളാണോ അൻഷിതനെ, അതോ പുറത്തുനിന്ന് അല്ലാതെ കാസ്റ്റ് ചെയ്തതാണോ? അല്ല, ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഒരു കുട്ടി ഈ ക്യാരക്ടർ ചെയ്യുന്ന ഒറിജിനൽ കുട്ടി ആയിരിക്കണം എന്ന് നമ്മൾ +2 വിദ്യാർത്ഥിയായിട്ടാണ്. അല്ല, ഇവരുടെ പുതിയ പിന്നെ നമ്മളറിയാലോ ഒരു കാലത്ത് ഇവർക്ക് വിദ്യാഭ്യാസങ്ങളൊന്നുമില്ല ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ. അപ്പോൾ ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് വളരെ നന്നായിട്ട് മുന്നേറുന്ന ഒരു വിഭാഗമാണ് അവർ. അപ്പം നമ്മളെപ്പോലെ സാധാരണക്കാർ ഇപ്പോൾ അവരങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളെ ജീവിത രീതി തന്നെയാണ്. ഇപ്പോൾ എല്ലാ വീട്ടിലും TV ഉണ്ട്, എല്ലാവരും മെച്ചൂർഡാണ് ആ ഏരിയയിലൊക്കെ. നമുക്ക് കാണുമ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം തോന്നുന്നില്ല. പക്ഷെ അവരുടെ പെരുമാറ്റത്തിലാണ് വ്യത്യാസം. വളരെ സിൻസിയറാണ് അവർ. സോ ഞാൻ കേട്ടിട്ടുള്ളത് അവിടെ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്താണ് പറയുന്നതിന്? പണിയൻ ഭാഷ. പണിയൻ ഭാഷ അത് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. കുറച്ച് ഡിഫറെൻ്റ്. ഓക്കെ, എന്നോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാവോ? ചേച്ചിന്റെ പേരെന്തേ? എൻ്റെ പേരെന്താ? മനസ്സിലായല്ലോ, അതെനിക്ക് മനസ്സിലായി. ഇച്ചിരി ടഫ് താ എന്തെങ്കിലും. ടഫ്. ചേച്ചി എന്താ പണിയെടുക്കുന്നേ?
ഞാൻ എന്താ പണിയെടുക്കുന്നതെന്ന്. അപ്പം എനിക്ക് അവിടെ പോയാലും അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചേക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഇതിനകത്ത് പറയണ്ടായിരുന്നില്ലേ എന്തോ കുറേ കൾച്ചേഴ്സൊക്കെ നിങ്ങളുടെ ഇത് കാണിക്കുന്നുണ്ട് എന്ന്. നമ്മുടെ ഇതിൽ നിന്ന് എന്താണ് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒരു സംഭവം പറയുകയാണെങ്കിൽ? അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിലത്തെ മെയിൻ ഞങ്ങളുടെ എല്ലാ ചടങ്ങിനും ഉപയോഗിക്കുന്ന തുടി, ചീനി എന്ന് പറയുന്നത്, കുഴല്. ഓക്കെ, തുടി എന്ന് പറയുമ്പോൾ കൊട്ടുന്നത്. പിന്നെ ഞങ്ങളുടെ വട്ടക്കളി, ഡാൻസ്, അതാണ് മെയിൻ. അത് എല്ലാ പരിപാടിക്കും ഇതിനുണ്ട്. അതായത് ഒരു കല്യാണമാണെങ്കിലും പേരിടലാണെങ്കിലൊക്കെ അതിന്, മരിക്കുന്ന ചടങ്ങിനാണെങ്കിലും വേണം. ആണോ? പക്ഷേ പെൺപിള്ളേർ കളിക്കൂല, ആൺപിള്ളേർ മാത്രം കളിക്കും. ഏത് മരിക്കുന്ന ചടങ്ങാണെങ്കിലും അത് ഒന്നിനും പെൺപിള്ളേർ കളിക്കാം? അല്ല, ഒന്നിനുമല്ല, കല്യാണത്തിന് അങ്ങനത്തേനൊക്കെ കളിക്കാം. പക്ഷെ മരിക്കുന്ന ചടങ്ങിന് പെൺപിള്ളേർ കളിക്കില്ല. ആണോ? അപ്പം ആവൂസിന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോസും റീൽസും ടിക്ടോക്കും എല്ലാം കാണുമ്പോൾ നമുക്കറിയാം, അതായത് ഇപ്പം ഞാനിവിടെ വന്നിരുന്നപ്പോൾ കൂടെ ഞാൻ കാണുമായിരുന്നു, അതായത് ഓരോ ഇൻ്റർവ്യൂവിനും അമ്മ സൈഡിൽ നിന്നിട്ട് വളരെയധികം എൻജോയ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, റീൽസും സംഭവങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമുക്കറിയാം അതിൽ ഇപ്പം ഒരു ബാഡ് കമൻറ്റ് ഒരാൾ ഇടുകയാണെങ്കിൽ കൂടെ അമ്മയായിരിക്കും വന്നിട്ട് പറയുക, അതിനുള്ള മറുപടി പറയുക. അപ്പോൾ ഓൾ ഇൻ ഓൾ വേണമെങ്കിൽ എനിക്ക് ആവൂസിൻ്റെ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ, ഫിനാൻസിയർ, മാനേജർ എന്നിങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാം അമ്മേനെ. അപ്പോൾ അമ്മയുടെ ഒരു സപ്പോർട്ടിനെ പറ്റി എന്താ പറയാനുള്ളത്? അമ്മയുടെ സപ്പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അമ്മയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഈ ഫിലിം ചെയ്യാൻ വന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അമ്മയാണ്. പിന്നെ നമ്മുടെ ഡയറക്ടർ സാറും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം പറയാം, എനിക്ക് ചെയ്യാൻ കഴിയാ അമ്മേ, മടിയാണ്. അത് ചോദിക്കരുത്, അതേ ഞാൻ പറയൂ. അങ്ങനെ പറയും. ആ സമയം അമ്മ പറയും, ഇതാ ഈ വീഡിയോ ചെയ്താൽ നല്ലോണം റീച്ചാവും. അപ്പോൾ റീച്ചായ ഞാൻ ഈ ചെയ്യുന്ന സമയത്ത് അമ്മയോട് പറയും, റീച്ചായ എനിക്കൊന്ന് മേടിച്ചു തരും പറയും. അപ്പോൾ അമ്മ പറയും, റീച്ച് ആവട്ടെ എന്നിട്ട് ഞാൻ മേടിച്ചു തരാന്ന്. അപ്പം ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്ത വീഡിയോ എല്ലാം മാക്സിമം റീച്ച് ആയിട്ടുണ്ട്. അത് ശരി. അപ്പൊ അമ്മേനെ ബ്രൈബ് ചെയ്തിട്ടാണ് ഓരോരോ വീഡിയോ ചെയ്യുന്നത്. പ്രതിഫലമില്ലാതൊന്നും ചെയ്യാറില്ല. അത് ശരി. അപ്പൊ ഇതില് നല്ല പ്രതിഫലം മേടിച്ചോ? ഇതിലൊന്നും മനസ്സിലാ, നമുക്ക് ഫ്രീ ആണ്, ടാക്സ് ഫ്രീ ആണ്. ഇത് എനക്കെന്നെ പ്രതിഫലം കിട്ടുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഒരു കരിയർ അല്ലേ ഓപ്പൺ ആയി കിട്ടിയത്. അടിപൊളിയായിട്ട്. ഇപ്പൊ തന്നെ ഇവരുടെ ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നല്ല റീച്ച് ആയിരിക്കാം. ഭയങ്കര കമന്റ് ആണ്. കാരണം ഇവർക്ക് ഇത്രയും ആൾക്കാർ ഇവരെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് നമുക്കൊരു നല്ലൊരു മൈലേജ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് സിനിമയ്ക്ക്. ആവൂസിനപ്പം ഇപ്പൊ യൂട്യൂബ് ഫാമിലി എത്ര 1 മില്യൺ ആയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പം ഇവരെല്ലാരും കൂടെ മറ്റേ സിൽവർ പ്ലേ ബട്ടണും ഗോൾഡൻ പ്ലേ ബട്ടണും ഒക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പം ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമാണ് ആവൂസിനെ. ആവൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് റിയാലിറ്റി ഷോസിലൂടെ വന്നാലും ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം റീൽ, യൂട്യൂബൊക്കെ വന്നപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, വഴിപാടൊക്കെ കഴിച്ചിട്ട് ആൾക്കാർ റെസീപ്റ്റിൻ്റെ പിക്ചർ എടുത്ത് അമ്മയ്ക്ക് വാട്സാപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവൂസിന് ഭയങ്കര ഞെട്ടിച്ച ഒരു ഫാൻ ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക? ഇപ്പോൾ 2 ദിവസം മുന്നേ എനിക്ക് വേണ്ടി ഒരാൾ ശബരിമലക്ക് പോയിട്ട് വന്ന് പ്രസാദവും നെയ്യഭിഷേകം എല്ലാം എനിക്ക് കൊണ്ട് തന്നിട്ട് അവരെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊരു വലിയ ഫോട്ടോ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് വേണ്ടി ശബരിമലക്ക് പോയി. ഇപ്പോൾ അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ അമ്പലത്തിൽ ചേച്ചി പറഞ്ഞ പോലെ വഴിപാട് കഴിക്കാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. അപ്പൊ ആവൂസ് ഇനി വലുതാവുമ്പോ ഒരു നായികയൊക്കെ ആയി വെച്ചോ? നായിക ആവണമെന്നാണോ ആഗ്രഹം വലുതാവുമ്പോ സിനിമയിലൊക്കെ? അങ്ങനെ ആഗ്രഹമൊക്കെ ഒരുപാടുണ്ട്. ഒരു ദിവസം വിചാരിക്കും ടീച്ചറാവണമെന്ന്, മറ്റു ദിവസം ഡോക്ടറാവണമെന്ന്, പിന്നെ ആക്ട്രസ് ആവണം. അങ്ങനെ ഓരോ ദിവസം ഓരോരോ ആഗ്രഹമാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ വലുതാവുമ്പോ ആരുടെ നായികയാവണമെന്നാണ് ആഗ്രഹം? ആരുടെ നായികയാണെന്ന് ചോദിച്ചാൽ ആ സമയം ആരാണോ റീച്ചായി നിൽക്കുന്നത് കാലത്തിന് മുന്നേ ചിന്തിച്ചു അന്ന് ആരാണോ അവർക്ക് ഞാൻ ഡേറ്റ് കൊടുക്കാതെ. അപ്പൊ എന്തായാലും അന്ന് അതേപോലെ തന്നെ വരട്ടെ കേട്ടോ. അപ്പൊ അൻഷിത നേരത്തെ ഒരു ഗായികയായിരുന്നു, ഇപ്പൊ ഒരു അഭിനേത്രി കൂടിയായിരിക്കുകയാണ്. ഏതാണ് ഏറ്റവും ഈസി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അൻഷിതയ്ക്ക് ഏറ്റവും ഇഷ്ടം ഏത് ചെയ്യാനാണ്? എനിക്ക് അങ്ങനെ ചോദിച്ചാൽ അഭിനയം കുറച്ച് ടഫായിരുന്നു. കാരണം എനിക്ക് ചെയ്യാൻ അറിയത്തില്ലല്ലോ അങ്ങനെ. പക്ഷേ ഇതിലേക്ക് വന്നപ്പോൾ തോന്നി രണ്ടും എനിക്ക്
കൊണ്ടുപോകാൻ പറ്റുന്ന പരിപാടിയാണെന്ന് തോന്നി. ഓക്കെ. അപ്പോൾ ഇപ്പോൾ കുറിഞ്ഞിയിൽ ഒരു പ്രധാനപ്പെട്ട വേഷം അൻഷിത ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നാട്ടുകാരുടെ ഇടയിലാണെങ്കിലും വീട്ടുകാരുടെ ഇടയിലൊക്കെ ആണെങ്കിലും സിനിമാ നടി എന്ന് പറയുന്ന ഒരു ലേബൽ വന്നു കഴിഞ്ഞു. അവരെല്ലാവരും ഇപ്പം എന്നെ നടിയെന്ന് വിളിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഞങ്ങളെല്ലാവരും ഉണ്ട് കൂടെ നല്ലൊരു സപ്പോർട്ടാണ് അല്ലേ. ഇനിയിപ്പോൾ സിനിമ ഇറങ്ങാൻ പോവുകയാണ്, അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ടോ? എവിടെയെങ്കിലും ഒരു ടെൻഷൻ? പേടിയോ? ഇല്ല. ഓക്കെ. സാർ നേരത്തെ പറഞ്ഞു ഇതൊരു വ്യത്യസ്തമായ പ്രമേയമായിട്ടുള്ള ഒരു സിനിമയാണ് എന്ന്. അപ്പം നോർമലി ഇപ്പം സാറ് ഡെബ്യൂ ഡയറക്ഷൻ ആണോ സാറിൻ്റെ ആദ്യത്തെ? മൂന്നാമത്തെ ഫിലിമാണ്. ഓക്കെ. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ടോപ്പിക് എടുത്തിട്ട് ഒരു സിനിമ ഇപ്പം തിയേറ്ററിലേക്ക് വരുമ്പോൾ എല്ലാവരും ലാഭം ചിന്തിച്ചിട്ട് നമുക്ക് കാണാൻ ആഗ്രഹമുള്ള കൈൻഡ് ഓഫ് ഫിലിംസ് ആണല്ലോ അധികം ഉണ്ടാക്കുക, പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു ടോപ്പിക് എടുത്തിട്ട് എന്തുകൊണ്ടാണ് ഒരു ഫിലിം ചെയ്യാൻ കാരണം? അതെന്താ വെച്ചാൽ ഞാൻ മുന്നേ ചെയ്ത സിനിമകളും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ളൊരു സിനിമ ചെയ്യുമ്പം കണ്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം സിനിമ ലാഭം കൊയ്യുന്ന സിനിമ എന്ന് പറഞ്ഞൊരു സിനിമയില്ല, കണ്ടൻറ്റ് സിനിമകളാണ്. അപ്പം ഇപ്പം കാലത്തിനനുസരിച്ച് നമ്മൾ നീങ്ങണമല്ലോ. അപ്പം അങ്ങനെ ഒരു വിഷയമാണ് വന്നത്, സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. അതോടൊപ്പം ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷ്വൽ. അപ്പോൾ കണ്ടൻറ്റിനും പവറുണ്ട്, വിഷ്വൽ ട്രീറ്റിനും സാധ്യത ഏറെയുള്ള ഒരു സബ്ജക്റ്റാണ്. അത് ഇഷ്ടമായി എന്നുള്ളതാണ്. ആ ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനൊരു സിനിമ പെട്ടെന്ന് സംഭവിച്ചത് എന്നുള്ളതാണ്. സത്യത്തിൽ ഇപ്പം ഈ സിനിമ സംഭവിക്കേണ്ടതല്ല. ഞാൻ വേറെ വലിയൊരു പ്രൊജക്റ്റിൻ്റെ പിന്നാലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടക്കുകയാണ്. അപ്പം നമ്മളെ റൈറ്റർ ഇങ്ങനൊരു സജഷൻ നല്ലൊരു കഥ പറഞ്ഞപ്പോൾ ആ കഥ സ്പാർക്ക് ചെയ്തു. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അതിപ്പോൾ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ആ ഒരു വിശ്വാസം തന്നെയാണ്. സിനിമ നല്ലൊരു വിജയമാകട്ടെ. രണ്ടുപേർക്കും ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. സർ, നമ്മൾ ഒരുപാട് നല്ല ഫിലിംസ് സാറിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ കുറിഞ്ഞിയുടെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അതിൻ്റെ ക്രൂ എന്നോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് നേരിട്ട് ചോദിച്ചറിയാം. അപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്ററും അതിനകത്ത് അഭിനേതാക്കളും അതേപോലെ തന്നെ അതിനകത്ത് പാട്ട് പാടിയിട്ടുള്ള അല്ലേ സർ ഡോക്ടർ സാറും കൂടെയാണ് എൻ്റെ ഒപ്പം ഉള്ളത്. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് റൈറ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ ആദ്യം സാറിൻ്റെ പേരൊന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രകാശ് വാടിക്കൽ എന്നാണ് പേര്. ഓക്കെ. ഞാൻ നേരത്തെ ഡയറക്ടർ സാറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് ഒരു ഫിലിം ചെയ്യാനായിട്ട് കാരണം? അല്ല, ഞാൻ ഈ മേഖലയിൽ 2014 വരുന്നത്. എൻ്റെ ഒരു സിനിമ ട്രാക്ക് ചെയ്താണ്. കമേഴ്ഷ്യൽ സിനിമയോട് അങ്ങനെ താല്പര്യമില്ലാത്ത 2014 താമര എന്നൊരു പടം ഞാൻ എഴുതി സംവിധാനം ചെയ്തു. ആ വർഷത്തെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ചെയ്ത് ചൂണ്ടാമറകൾ എന്ന് പറഞ്ഞ 2 ഷോർട്ട് ഫിലിമുകളാണ്. പിന്നെ ചെയ്ത് പുഴയമ്മ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഇതാണ്. പുഴയിൽ മാത്രം ചിത്രീകരിക്കുകയും അതതിൻ്റെ സ്ക്രിപ്റ്റാണ് വിജേഷ് മണി സംവിധാനം ചെയ്തിട്ട്. പിന്നെ ഒന്നുള്ളത് സൗണ്ട് ഓഫ് പെയിൻ എന്ന് പറഞ്ഞ IM വിജയൻ നായകനായിട്ടുള്ള ഈ ഗോത്ര ഇതിലുള്ള അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ എൻ്റെ ഒരു ട്രാക്ക് ഇതാണ്. ഞാൻ എഴുതുന്ന കമേഴ്ഷ്യൽ ട്രാക്കിൽ എഴുതുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ ഒരു സിനിമ കോൺസെപ്റ്റല്ല. പക്ഷെ കുറിയിലേക്ക് വരുമ്പോൾ ഞാനും ഗിരീഷ്ജിയും മറ്റൊരു പടത്തിന് വേണ്ടിയിട്ടുള്ളൊരു വർക്ക് 2 വർഷം മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലാവില എന്ന് പറയുന്നത്. ഒരേ സമയം ഒരു ജനകീയ കോൺസെപ്റ്റിൽ, അതായത് കമേഴ്ഷ്യൽ വാല്യൂ ഉള്ളതും പക്ഷേ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ള ഒരു വിഷയം സബ്ജക്റ്റ് ചെയ്യുന്നത്. അത് ഓൾറെഡി നമ്മുടെ മറ്റ് പ്രീ പ്രൊഡക്ഷൻ വർക്ക് ഏതാണ്ട് കഴിഞ്ഞ നിലയിലാണ്. അതിൻ്റെ ഷൂട്ട് വരാനിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് യാദൃച്ഛയായിട്ട് നമ്മൾ ഈ ഒരു ഓണം ആൽബം ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ കുന്നു കയറുന്നത്. ആ മല കയറുമ്പോൾ ആ ഓണം ആൽബത്തിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് എന്ന നിലയിൽ ഞാൻ ആക്ടിങ് ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ ഊരിലൊരു ഒരാഴ്ച ക്യാമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ഊരിൽ കുറച്ച് ദിവസം ആ വീട്, അതിൻ്റെ പരിസരം, അതൊക്കെ അതിനോടൊപ്പം ഇഴകി നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ വിളിച്ചൊരു ത്രെഡാണ് ഞാൻ ഗിരീഷുമായിട്ട് ഡിസ്കസ് ചെയ്തത്. പക്ഷേ ഗിരീഷ് ഒരു ബ്രഹ്മാണ്ഡ പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷനിലാണ്. വേറൊരർത്ഥത്തിൽ കതിവന്നൂർ വീര് എന്ന് പറഞ്ഞ ഒരു മെഗാ പടത്തിൻ്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൽ ക്രിയേറ്റീവായി സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ ഈ ഒരു ത്രെഡ്, ഈ ഒരു രീതിയിൽ ഇത് പറഞ്ഞപ്പോൾ ഗിരീഷിനത് ഇൻട്രസ്റ്റഡ് ആവുകയും അതിനൊരു സാധ്യത ആരായുകയും, അപ്പോൾ ഡോക്ടർ സാറിനെ പോലുള്ള സൗഹൃദം ഉള്ളതുകൊണ്ട് അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് അത് നടക്കുകയാണ് ഉണ്ടായത്. സാറിലേക്ക് വരികയാണെങ്കിൽ ഇതിലിപ്പോൾ പാട്ട് പാടിയിട്ടുണ്ട് എന്ന് കൂടെ പറഞ്ഞു. അതേപോലെ പക്ഷെ ഇതിനകത്ത് ലുക്ക് കണ്ടിട്ട് നമുക്ക് തീരെ അറിയണില്ല. അപ്പം എങ്ങനെയാണ് ഒരു ഡോക്ടർ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു സിനിമാ മേഖലയിലേക്ക് വന്നത്? ഡോക്ടർ ആയിരിക്കുമ്പോൾ തന്നെ അതിൽ കല ഉണ്ടായിരുന്നു തന്നെ പറയാം. ഞാൻ ഒരുപാട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് വർക്ക് മാഗ്നസ് സൗണ്ട്
ചെയ്തൊരു ആൽബമാണ്, സംഗീതാൽബമാണ്. ദക്ഷിണാമൂർത്തി സ്വാമി ആയിരുന്നൊരു സംഗീതം, ആഹാ, ഓക്കെ. ബിജു നാരായണൻ, പി സുശീലാമ്മയാണ് പാട്ടുകൾ പാടിയിരുന്നത്. പിന്നീട് ഒരുപാട് ഗായകർ, ഇപ്പം ശങ്കർ മഹാദേവൻ, മധു ബാലകൃഷ്ണൻ, എം ജി ശ്രീകുമാർ, മഞ്ചരി, ജോത്സ്ന, ദേവാനന്ദ്, കെ ജി മർക്കോസ്, കെസ്റ്റർ, അങ്ങനെ ഒരുപാട് ഗായകർ എൻ്റെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ആലപ്പി ഷീസിനെ പോലെയൊക്കെയുള്ള ഒരുപാട്, കലവൂർ ബാലൻ, സഞ്ജീവ് ലാൽ, രാജു പനക്കൽ, അങ്ങനെ ഒരുപാട് സംഗീതജ്ഞരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ഗാനരചയിതാവ് എന്നുള്ള നിലയ്ക്ക്. മെയിനായിട്ടും എൻ്റെ പ്രൊഫഷൻ ഡോക്ടർ എന്നുള്ള പ്രൊഫഷനും ഇതുമായിട്ട് അഭിനയം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ പോലും ചെറുപ്പകാലത്തൊക്കെ കോളേജ് ജീവിത കാലഘട്ടത്തിൽ നാടകവും അഭിനയവും എഴുത്തും ഒക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. ശേഷം ഡോക്ടറായി കഴിഞ്ഞപ്പോൾ ആ പ്രൊഫഷനായിട്ട് സമയം കണ്ടെത്താനാവാതെ വന്നു. പിന്നെ എഴുത്തിലേക്ക് തിരികുകയും അങ്ങനെ ഒരു ഗാനരചയിതാവ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ നാളിതുവരെ അറിയപ്പെട്ടിരുന്നത്. 2020 ഒരു വേലത്താൻ എന്നുള്ളൊരു ഫിലിമിൽ ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ചെയ്തു. അങ്ങനെ സിനിമയിലേക്കുള്ള രംഗപ്രവേശനം. അതിനു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചിത്രം, അത് പടം പേര് പോലും ഞാൻ ഓർക്കുന്നില്ല, KR വിജയമ്മയുടെ കൂടെയാണ് ഞാൻ ആ ഫിലിമിൽ ആദ്യമായിട്ട് ഞാൻ പീഡിയാട്രീഷ്യനാണ്. ഗവൺമെൻറ് സർവീസിൽ സിവിൽ സർജനായിട്ട് ഇപ്പോൾ സർവീസിന് ഇറങ്ങിയിട്ട് അല്പം കലാരംഗത്തെ കുറച്ചുകൂടെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. 2 ഷോർട്ട് ഫിലിം ചെയ്ത 2 ഷോർട്ട് ഫിലിമുകളിലും നല്ല ഒരു വേഷം ചെയ്യാൻ പറ്റി. ഒരുപാട് അവാർഡുകൾ അതിന് കിട്ടി, ബെസ്റ്റ് ആക്ടർ അവാർഡ്. പിന്നെ ആ ഫിലിമുകൾക്ക് തന്നെ ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ക്യാമറ, ബെസ്റ്റ് ഡയറക്ഷൻ, അങ്ങനെ ഒരുപാട് അവാർഡുകൾ. മധു പുന്നപ്രയാണ് പിന്നെ 2 ഷോർട്ട് ഫിലിമുകളും ചെയ്തത്. അതിലിപ്പോൾ ചെയ്ത ഫിലിം തീച്ചാമുണ്ടി എന്ന് പറയും. അതിപ്പോൾ 6 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലും ഒരുപാട് അവാർഡുകൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ചിത്രമാണ് ശരിക്കും എന്നെ കുറിഞ്ഞിയിലേക്ക് എത്തിച്ചത്. അപ്പം അതിലെൻ്റെ നായികയായിട്ട് അഭിനയിച്ച ലേഖ നായർ നമ്മുടെ ഡയറക്ടർ ഗിരീഷ് സാറിൻ്റെ ഫ്രണ്ടാണ്. അപ്പം എൻ്റെ ഒരു അഭിനയം കണ്ട് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടിട്ട് സാറിൻ്റെ പുതിയ പ്രോജക്റ്റ് വന്നപ്പോൾ എന്നെയും കൂടെ അതിൽ ചേർക്കണമെന്നിങ്ങനെ പറഞ്ഞിരുന്നു. സാർ ഈ ഒരു ചിത്രത്തിൻ്റെ ഇത് വന്നപ്പോൾ ഈ സാറ് ചെയ്തൊരു പാട്ടുണ്ടായിരുന്നു, കുഞ്ഞോണെന്ന് പറയും. അതിലാണ് ആവണി ഞാൻ ആദ്യം കാണുന്നത്. നല്ലൊരു പാട്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കമൻസൊക്കെ എഴുതിയിരുന്നു. അത് ഇവർ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. പിന്നെ ലേഖ പറഞ്ഞതനുസരിച്ച് എനിക്കൊരു ചെറിയ ക്യാരക്ടറൊക്കെയാണ് ഇവർ പറഞ്ഞു വെച്ചിരുന്നത്. അപ്പോൾ ലേഖ തന്നെ പറഞ്ഞു, സാറ് എൻ്റെ തീച്ചാമുണ്ടി ഒന്ന് കണ്ടിട്ടേ നിങ്ങൾ സാറിന് എന്ത് വേഷം കൊടുക്കണമെന്ന് തീരുമാനിക്കാവും. അങ്ങനെ തീച്ചാമുണ്ടി കണ്ടപ്പം ശരിക്കും സാറിനും ഇഷ്ടപ്പെട്ടു, ഡയറക്ടറിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് എനിക്ക് ഈ കഥയിലെ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷം വന്നെത്തിയത്. എൻ്റെ പേര് പ്രകാശൻ ചെങ്ങൽ എന്നാണ്. കണ്ണൂർ ജില്ലയിലെ 7ാം പഞ്ചായത്തിലാണ് ഞാൻ. ഇതിൽ ഇവർ ആദിവാസി മൂപ്പനായിട്ട് മൂപ്പൻ തന്നെ വേഷം ചെയ്യുന്നു. പണിയ ഭാഷയിലാണ് ഈ ചിത്രം വരുന്നത്. നാടകമാണ് എൻ്റെ തട്ടകം. സ്റ്റേജ് ആർട്ടിസ്റ്റ്. ഒരു 10-15ഓളം സിനിമകളുണ്ട്. പ്രകാശ് വാടിക്കലിൻ്റെ താമരയിൽ അപർണ നായരും ഞാനുമായിരുന്നു നായകസ്ഥാനത്തുണ്ടായത്. പിന്നെ ഡോക്ടർ PV ജോസ് സാറെ ഖരം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, അന്താരാഷ്ട്ര, അതിൽ നായകസ്ഥാനത്തിൽ. മമ്മൂക്കൻ്റെ ബാല്യകാല സംഗീതം 8കാലി മമ്മൂഞ്ഞി എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് സിനിമകൾ ഉണ്ട്. യാദൃച്ഛികമായിട്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് പണിയ ഭാഷ, അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെ നൃത്തങ്ങളും അതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റി മനോഹരമായിട്ട്. നാടകക്കാരനായതുകൊണ്ടോ എന്താണെന്നറിയില്ല, അവർക്ക് ആ നാട്ടുകാർക്ക് കണ്ടപ്പോൾ അവരെ മൂപ്പനായി തോന്നി. ബോഡി ലാംഗ്വേജ് എന്താണെന്നറിയില്ല, അത് ചിലപ്പോൾ എളുപ്പമായിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റി. അവരത് പറഞ്ഞു, സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മൂപ്പനായിട്ട് ഇവിടെ കൂടുന്നു. അത് ചോദിച്ചു. അവർക്ക് മൂപ്പനം പോലെ തന്നെയാണ്, അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തു തോന്നുന്നു. അവർ ഭാഷയിലേക്ക് ഒരു മനോഹരമായി ചെയ്യാൻ വേണ്ടി പറ്റി, അവരുടെ ഭാഷയിൽ ചെയ്യാൻ വേണ്ടി പറ്റി. അതൊരു നല്ല അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ടല്ലേ. അപ്പം എന്തായാലും കുറിഞ്ഞി തിയേറ്ററിലേക്ക് എത്തുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു ചിത്രം തന്നെ ആകട്ടെ. ഒരുപാട് പുതുമുഖങ്ങളും സിനിമയിൽ വരുന്നുണ്ട്. അപ്പം നല്ലൊരു ചിത്രമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ സെല്ലുലോയിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ചാറ്റും കൂടുതൽ വിശേഷങ്ങളും സിനിമ അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് പുതിയൊരു എപ്പിസോഡിൽ കാണുന്നത് വരയ്ക്കും. ദിസ് ഇസ് മീ മീനാക്ഷി സുധീഷ് സൈനിങ് ഓഫ്. സീ യു.